പനി പിടിച്ചാൽ പനിക്കൂർക്ക കഴിക്കണോ പാരസെറ്റമോൾ കഴിക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. അത് പനി, തലവേദന, ജലദോഷം ഒക്കത്തിനും ഓക്കെ. പക്ഷെ പ്രസവം എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയല്ല, 2 വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. അതിലൊരാൾക്ക് എന്ത് തീരുമാനിക്കാം, ഞാൻ എങ്ങനെ പ്രസവിക്കാമെന്ന് തീരുമാനിക്കാം. പക്ഷേ ഈ ജനിക്കപ്പെടുന്ന കുട്ടിക്ക് ഞാൻ ഇങ്ങനെയാണ് പ്രസവിക്കപ്പെടുന്നത് തീരുമാനിക്കാനുള്ള അവകാശം, ബോധമോ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 18 കുട്ടികൾ ഇങ്ങനെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട്, 2 അമ്മമാരും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കണക്ക് എത്രത്തോളം ആധികാരികമാണെന്ന് എനിക്കറിയില്ല, ഞാൻ അറിയുന്നൊരു കണക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പം അപ്പുറത്തുള്ളവർ ഇതേ ചോദ്യം ഉന്നയിക്കും, ആശുപത്രിയിൽ പ്രസവിച്ച് മരിച്ച കുട്ടികളുടെ കണക്ക് പറയൂ, അമ്മമാരുടെ കണക്ക് പറയൂ, അവിടെയും മരിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രസവം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ, റിസ്ക് എലമെൻറ്റ്സ് അതിലുണ്ട്. ഈ റിസ്ക് എലമെൻറ്റുകളെല്ലാം മാറ്റിവെച്ച് സുഖപ്രസവം എന്ന് പറയുന്നത് നടക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മയ്ക്കുണ്ടാകുന്ന രക്തസ്രാവമാണ്. ഈ രക്തസ്രാവം തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മരണത്തിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. വീട്ടിൽ പ്രസവിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതാണ്. പിന്നെ രണ്ടാമത് കുട്ടിക്കുണ്ടാകുന്ന വൈകല്യം, ഹൃദയ സംബന്ധമായ വൈകല്യം, കേൾവി സംബന്ധമായ വൈകല്യം, കാഴ്ച സംബന്ധമായ വൈകല്യം, ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല വീട്ടിലുള്ള പ്രസവത്തിൽ. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ വിദഗ്ധരുടെ ചുമതലയിൽ ഈ സംഗതി നടക്കണം. അതൊന്നുമില്ലാതെ വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്കറിയാം, വയറ്റിൽ കുട്ടിയുടെ കിടപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പുറത്തു വരുമ്പം ആദ്യം തല വന്നിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത് എന്നൊരു ആൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് വലിയ അപരാധമാണ്. കുട്ടിയോടും പ്രസവിക്കുന്ന അമ്മയോടും ചെയ്യുന്ന, അമ്മ സ്വയം തീരുമാനിച്ചാലും ബാക്കി ആരെങ്കിലും നിർബന്ധിച്ചാലും ഒക്കെ ചെയ്യുന്ന അതാണ്. അപ്പോൾ ഇനി അത് അങ്ങനെ സംഗതി ആവർത്തിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് ആളുകൾ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ആളുകൾ തന്നെ പ്രസവിച്ചവരുണ്ട്. ഇപ്പം ഒരു വർഷത്തിൽ 500-ലധികം ആളുകൾ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ സുഖപ്രസവം നടത്തിയവരുണ്ട്, മരിച്ചവരുണ്ട്. പക്ഷേ നമ്മൾ ഈ റിസ്ക് എടുക്കാൻ എങ്ങനെയാണ് നമുക്ക് മനസ്സ് വരുന്നത് എന്നുള്ളതാണ്. വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയുള്ള റിസ്ക് എങ്ങനെ എടുക്കും, അത് വലിയ പ്രശ്നമാണ്. മറുവശം വേറെ ഒന്നുണ്ട്, നമ്മുടെ ആശുപത്രികൾ. നമുക്കറിയാം, സാധാരണ പ്രസവം നടത്താൻ അല്ലെങ്കിൽ സുഖപ്രസവത്തിന് സാധ്യതയുള്ള എത്രയോ പ്രസവങ്ങൾ സിസേറിയനാക്കി മാറ്റുന്ന ആശുപത്രികൾ ഒരുപാടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തുക എന്നുള്ളതാണ് പല ആശുപത്രികളും ചെയ്യുന്നത്. ഇത് വലിയ കോംപ്ലിക്കേഷനായ ഒരു പ്രശ്നമാണ്, അങ്ങനെയാണ്, കുട്ടി ചെരിഞ്ഞാണ്, കുട്ടി മലർന്നാണ് കിടക്കണമെന്ന് പറഞ്ഞ് ആളുകളെ വല്ലാതെ ആശങ്കപ്പെടുത്തുക, എന്നിട്ട് സിസേറിയനാക്കുക എന്നുള്ളൊരു രീതി പല ആശുപത്രികളിലുണ്ട്. കാരണം ഇപ്പോൾ ലക്ഷങ്ങളാണ് ഇതിലൂടെ ആശുപത്രികൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ ചിന്തിക്കാൻ, മറുത്ത് ചിന്തിക്കാൻ ഒരു കാരണമായി മാറുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ആശുപത്രികളുടെ കൊള്ള മറുത്ത് ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല ചിന്താഗതികളും ഇവരെ ഈ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഡോക്ടർമാർ അല്ലെങ്കിൽ ആശുപത്രികൾ അവരുടെ കടമ കൃത്യമായി നിർവഹിക്കുക, അതായത് സുഖപ്രസവം തന്നെ സാധ്യമാക്കുക, സിസേറിയനിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ആ രീതിയിൽ ഡോക്ടർമാർ അവലംബിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ ഈ റിസ്ക് ഒരിക്കലും മാതാപിതാക്കൾ ഏറ്റെടുക്കാൻ പാടില്ല. അത് ആ കുട്ടിയോടുള്ള ദ്രോഹമാണ്, അമ്മയോടുള്ള ദ്രോഹം.